സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്. സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. ആറങ്ങോട്ടുകര കൊയ്ത്തുത്സവ വേദിയിൽ വിവിധ കലാപ്രകടനങ്ങളും പ്രദർശനവും നടന്നു. തായമ്പക, പെൻസിൽ ഡ്രോയിങ്, വിവിധ രൂപങ്ങൾ എന്നിവ കാണികൾക്ക് കൗതുകമായി. തായമ്പകയിൽ വേദിയിൽ കൊട്ടിത്തിമിർത്ത് സ്ത്രീകരുത്ത് കാണിച്ച ശ്രീലക്ഷ്മി അച്യുതൻ, പെൻസിൽ കൊണ്ട് ജീവസുറ്റ ചിത്രങ്ങൾ വരച്ച് പ്രദർശനമൊരുക്കിയ ഗിരീഷ് ആറങ്ങോട്ടുകര, ചക്രജലധാരയും മരത്തിൽ തീർത്ത ഏടാക്കൂടത്തിന്റെ വിവിധ രൂപങ്ങളും ഒരുക്കിയ ഉണ്ണി ആറങ്ങോട്ടുകര എന്നീ പ്രതിഭകളുടെ പ്രകടനവും പ്രദർശനവുമാണ് ഉത്സവലഹരിയിലും കാണികളെ അനുഭൂതിയിലാഴ്ത്തിയത്. കലാപാഠശാലയിൽ ആറങ്ങോട്ടുകര ശിവന്റെ ശിക്ഷണത്തിൽ മൺവീട്ടിൽ വെച്ച് തായമ്പക അഭ്യസിച്ച് അരങ്ങേറ്റം നടത്തി വിവിധ സ്റ്റേജുകളിൽ തായമ്പക അവതരിപ്പിക്കുകയും പിന്നീട് നിർത്തിവെക്കുകയും 14 വർഷത്തിന് ശേഷം തായമ്പക രംഗത്ത് വീണ്ടും സജീവമായി വരുന്ന ശ്രീലക്ഷ്മി അച്യുതൻ ആറങ്ങോട്ടുകര പുലം കൊയ്ത്തുത്സവത്തിൽ ഗുരുനാഥൻ ശിവൻ ആറങ്ങോട്ടുകരയുടെ ശിക്ഷണത്തിൽ തായമ്പക അവതരിപ്പിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ എം മഞ്ജുളയുടെ മകളാണ് 25 വയസ്സുകാരി ശ്രീലക്ഷ്മി. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ പ്രാദേശിക തലത്തിലെ വ്യക്തിത്വങ്ങളുടെ മുഖച്ഛായ പെൻസിൽ കൊണ്ട് ജീവസുറ്റതാക്കി വരച്ചു തീർത്ത ഗിരീഷ് ആറങ്ങോട്ടുകരയുടെ ചിത്ര പ്രദർശനവും ശ്രദ്ധേയമായി. ഉത്സവ നഗരിയിൽ സ്ഥാപിച്ച 11 അടി ഉയരത്തിലുള്ള വൈക്കോൽ കൊണ്ട് നിർമ്മിച്ച ശില്പത്തിന്റെ ശില്പി കൂടിയാണ് ഗിരീഷ്. ആറങ്ങോട്ടുകരയിൽ നടക്കുന്ന പുലം കൊയ്ത്തുത്സവത്തിൽ ഇത്തവണയും ചിത്രപ്രദർശനമുണ്ട്. സാധാരണക്കാരായ കർഷകരെ ആണ് വരച്ച് പ്രദർശിപ്പിക്കാറ്. കഴിഞ്ഞ 8 വർഷത്തോളമായിട്ട് അത് തുടർച്ചയായിട്ട് നടത്തി വരാറുണ്ട്. ശില്പത്തോടൊപ്പം ചിത്രപ്രദർശനവും നടത്താറുണ്ട്. പിന്നെ ഇതിൽ ഈ കർഷകർക്ക് പുറമെ ക്ഷീരകർഷകർ, അതേമാതിരി തന്നെ കൃഷി വിദഗ്ധർ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. കർഷക ജീവിതത്തെയും ഗ്രാമാന്തരീക്ഷത്തെയും സന്നിവേശിപ്പിച്ച് മനോഹരമാക്കി കാഴ്ചക്കാരുടെ മനം കവർന്ന ചക്രജലധാരയും വിവിധ തരത്തിൽ മരം കൊണ്ട് രൂപകൽപ്പന ചെയ്ത ഏടാക്കൂടവും തയ്യാറാക്കി പ്രദർശിപ്പിച്ച ഉണ്ണി ആറങ്ങോട്ടുകരയുടെ സ്റ്റാളും കാഴ്ചക്കാരുടെ മനം കവർന്നു. കൂടാതെ വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ, പാനീയങ്ങൾ, മധുര പലഹാരം, ബുക്ക് സ്റ്റാളുകൾ, അലങ്കാര ചെടികൾ, മൺപാത്രങ്ങൾ എന്നിവയുടെ വിപണന സ്റ്റാളുകളും ഉത്സവ നഗരിയിൽ ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദേശമംഗലം.